ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT പരാജയപ്പെട്ടു. നാണം കെട്ട് നാടുവിടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, പ്രധാനപ്പെട്ട നിയമവിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ്. തൻ്റെ ഓഫീസ് ഉൾപ്പെട്ട് ചെയ്യിച്ചതാണെങ്കിലും സ്വർണം കട്ടതും കട്ടവരെ സംരക്ഷിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന പേര് വന്നിരിക്കുകയാണ്. സഹായമാണ് മുഖ്യമന്ത്രിക്ക് SIT നൽകിയതെങ്കിലും 8ന്റെ പണിയാണ് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന് അവർ നൽകിയിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയും ഇവരുടെ അന്വേഷണത്തിന് സ്വാഭാവിക മരണം തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ്. സ്വർണം കട്ടവരെക്കാളും വലിയ കള്ളന്മാരായി SIT മാറുകയാണോ എന്നതാണ് പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്. അവർ കള്ളന്മാരായത് കൊണ്ടാണ് കൊള്ളക്കാരെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നത് എന്ന് പലരും വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതല്ല, SIT കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്നവരല്ല എങ്കിൽ, ബാഹ്യ ഇടപെടലുകൾ കൊണ്ട് അന്വേഷണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് തുറന്നു പറയണം. തങ്ങൾക്കിതാവുന്നില്ല, മറ്റൊരു അന്വേഷണ ഏജൻസിയെ നിങ്ങൾ ഏൽപ്പിക്കൂ എന്ന് തുറന്നു പറയണമെന്ന് വിശ്വാസികൾ തന്നെ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതില്ലാത്ത പക്ഷം അവർ കുറ്റവാളികൾ തന്നെയാവുകയാണ്. അവർ കുറ്റവാളികളെ സംരക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. 3 പ്രധാനപ്പെട്ട പ്രതികളാണ് ജയിലിൽ നിന്നും ഇറങ്ങി പുറത്ത് വിലസി നടക്കാൻ തുടങ്ങിയത്. ഏതു നിമിഷവും 1ാം പ്രതിയും സൂത്രധാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങി നടക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു കേസിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു, മറ്റൊരു കേസിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, അപ്പീൽ നൽകിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം SIT എന്ന് പറയുന്ന ഈ അന്വേഷണ സംഘത്തിൻ്റെ പോരായ്മയും അതുകൊണ്ടവർ കുറ്റപത്രം നൽകാതെ തേരാപ്പാര നടക്കുന്ന സമീപനവും കൊണ്ട് മാത്രമാണ്. സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപ്രകാരം ശാസ്ത്രീയ പരിശോധനാ ഫലം വ്യക്തമായി വന്നതിന് ശേഷം മാത്രമേ പ്രകാരം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന ന്യായം ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം വൈകിപ്പിച്ച് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വവും ഈ അന്വേഷണം നടത്തുന്നവർക്ക് മാത്രമാണ്. അന്വേഷണത്തിൽ വെള്ളം ചേർത്ത് യഥാർത്ഥ പ്രതികളെ, അതായത് CPM നേതാക്കളെ രക്ഷിക്കാനുള്ള പദ്ധതി മാത്രമാണ് ഇപ്പോൾ SITയുടെ മുന്നിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും ഹൈക്കോടതി എന്തുകൊണ്ട് നിലപാട് കടുപ്പിക്കുന്നില്ല എന്ന ചോദ്യവും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വിശ്വാസ സമൂഹം. വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയിരിക്കുകയാണ്. ജനം ഇളകുന്ന കാര്യം വിദൂരമല്ല എന്നോർക്കണം. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് ശാസ്ത്രീയ പരിശോധനയാണ് എന്ന കാരണവും ന്യായവും പറയുന്നുണ്ടെങ്കിലും അതവിടെ നിൽക്കട്ടെ. പ്രതികൾ ഇനിയുമുണ്ട്. അവരെ ചോദ്യം ചെയ്യാനോ ചോദ്യം ചെയ്യവരെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്തത് SITയുടെ പോരായ്മ മാത്രമല്ല, അവർ കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. അവരെല്ലാം വലിയ CPM നേതാക്കൾ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണ്ണക്കടത്ത് മുതൽ ലാവ്ലിൻ, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ, കരുവന്നൂർ ബാങ്ക്, രക്തസാക്ഷി ഫണ്ട് തുടങ്ങി എല്ലാ മേഖലകളിലും കൊള്ള നടത്തി രക്ഷപ്പെടുന്ന CPM നേതാക്കൾ ശബരിമലയിലെ മോഷണത്തിലും രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി അതായത് ED വന്ന് ഓരോരാളെയും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. EDയുടെ മുൻകാല പ്രവർത്തനം കേരളത്തിൽ നടന്നത് വെച്ച് നോക്കുമ്പോൾ ഇതും പ്രഹസനമാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. പക്ഷെ ശബരിമലയിലും BJP CPMനെ സഹായിച്ചാൽ, അത് ജനങ്ങൾക്ക് ബോധ്യമായാൽ വിശ്വാസികൾ തകർത്ത് തരിപ്പണമാക്കും ഈ CJP ബാന്ധവത്തെ. എങ്കിലും ഒരു സംശയം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അതായത് ED വന്നു പരിശോധന തുടങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെയധികം ശക്തമാകേണ്ടുന്ന SITയുടെ പ്രവർത്തനം അതിന് പകരം കൂടുതൽ വഷളായതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. EDയും ഇതേ SITയും ഇതിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഏതായാലും EDയെ വിലയിരുത്താൻ സമയമായില്ലെങ്കിലും SITയെ വിലയിരുത്തി കഴിഞ്ഞു. അത് തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. കേരളം കണ്ട ഏറ്റവും പ്രമുഖരായ പഴയ പോലീസ് ഓഫീസർമാരുടെ കാഴ്ചപ്പാടിൽ ഈ SIT എന്തെങ്കിലും അന്തസ്സുള്ള നിഷ്പക്ഷരമായിട്ടുള്ള ഏജൻസിക്ക് കൈമാറുന്നതാണ് നല്ലത് എന്നവർ തീരുമാനിക്കണം. അല്ലെങ്കിൽ പിണറായി വിജയനും സംഘവും SITയിൽ പ്രവർത്തിക്കുന്നവരുടെ മാനവും മര്യാദയും കളഞ്ഞുകുളിക്കും എന്നുള്ളത് ഉറപ്പാണ്. കള്ളന്മാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. SITയും അതുപോലെ മുഖ്യമന്ത്രിയും എത്രയും പെട്ടെന്ന് ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്.